ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊക്കെ വിശേഷം നല്ല സൂപ്പർ ഡ്യൂപ്പർ ആയിരുന്നു വിശ്വസിക്കുന്നു. നമ്മൾ ആക്ച്വലി ഇപ്പോൾ വിയറ്റ്നാമിലാണല്ലോ. വിയറ്റ്നാമിൽ വന്ന് നമ്മൾ ഇന്നലെ വന്നു. പക്ഷെ ഇന്നലെയൊക്കെ കുറച്ച് വയ്യാതൊക്കെ ആയിപ്പോയി. സിക്ക് കത്തൊക്കെ ഒരു വൈറൽ ഫീവർ കഴിഞ്ഞിട്ട് എണീച്ചതാണ് ഈ ശരീരം. ഇപ്പം ഇവിടെ എത്തിയപ്പോഴാണ് ഇപ്പോൾ ശരിയായത്. ഓക്കെ, ഈ നമ്മളെന്ന് പറയുന്ന സമയത്ത് കളിച്ച് അത് പറയാൻ പറ്റിയ കളിച്ച് നമ്മളെന്ന് പറയുന്ന സമയത്ത് ഈ തണ്ടി ആ തണ്ടി പ്രശ്നമാണ്. ഒന്നുകൂടെ തിരിയോ. നാട്ടുകാർ മൊത്തം വന്ന് പെട്ടിയൊക്കെ എടുത്തോണ്ട് പോയി. ദാറ്റ്സ് ഓക്കെ തിരിച്ചു വരും. നമ്മളൊരു റീലെടുക്കാൻ ലേറ്റായി പോയതുകൊണ്ട് എല്ലാവരും തിരിച്ചെവിടെയോ അവരെ വീടെത്തി തോന്നുന്നു. നമ്മൾ റീലെടുത്ത് നമ്മളെ പെട്ടി ഇപ്പം നമ്മളെ പെട്ടി മാത്രമേ ഉള്ളൂ ഈ ബെൽറ്റിന്റെ മുകളിൽ. ശരി, എനിക്ക് നടുവിനൊരു പിടുത്തം വന്നതുകൊണ്ട് ഇപ്പം എനിക്ക് ഫ്രീ ആയിട്ട് ഇവർ പൊക്കിത്തരും. ഞാൻ ഉരുട്ടിയാൽ മാത്രം മതി. ഇന്നലെയാണ് നമ്മൾ മെൽബണിന് നേരെ വന്നിട്ട് ഹോച്ചിമിൻ സിറ്റി ഇറങ്ങി. അവിടെ രാത്രി 12 മണിക്കൊക്കെ എത്തിയത്. ഓക്കെ, 12 മണിക്കല്ല, 9 മണി 10 മണിക്കേറ്റം. അത് കഴിഞ്ഞിട്ട് ഈ ടാക്സിക്കാരോടൊക്കെ അടിയൊക്കെ ചെയ്ത് വീട്ടിലൊക്കെ എത്തുമ്പോഴത്തേക്ക് കുറച്ച് സമയം എത്തി, മനസ്സിലായില്ലേ? അപ്പോൾ അതും കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കിടന്നുറങ്ങുന്നത് ഒരു വൃത്തിയായിട്ടൊരു ഹോട്ടലായി പോയി. ആ ഹോട്ടലിലെ ബെഡ് ഒരുമാതിരി ശരിക്കും മരക്കഷ്ണം പോലെ ഉണ്ടായിരുന്നു. സോ എനിക്ക് ഉറങ്ങാനും പറ്റിയില്ല. അത് കഴിഞ്ഞ് രാവിലെ എണീച്ച് നമുക്ക് ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് ഫുക്കോക്കിലേക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ട്. ഫുക്കോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐലൻഡ് ആട്ടോ, ഒരു വെരി ബ്യൂട്ടിഫുൾ ഐലൻഡാണ്. അപ്പം അകത്തേക്കുള്ള ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാം കൂടി ഭയങ്കര തിരക്കായി പോയി. മൊത്തമായിട്ടൊരു ഇന്ത്യൻ വൈബാണ് ഗൈസ്. ഇതുണ്ടാ കേരളത്തിൽ എവിടെയോ വന്ന് ഇറങ്ങിയ പോലെയുണ്ട്. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലൊക്കെ വന്ന് ഇറങ്ങിയ പോലെയുണ്ട് ഏകദേശം. ആ വഴി ചില്ലറ ആക്കിയാലോ എന്നുള്ളൊരു ഫോൺ നമ്പർ നമ്മളിവിടുത്തെ എംപയർ ഹോട്ടലായിരുന്നു ഇവിടെ താമസിക്കുന്നത്. സോ ഇവിടെ വന്ന് നമുക്ക് നേരത്തെ ഒരു റൂമിൽ വേണമെങ്കിൽ നേരത്തെ പോയി ചെക്ക് ഇൻ ചെയ്തു എന്ന് പറഞ്ഞു. കാരണം 2 മണിയൊന്നും ആയിട്ടില്ല, രാവിലെ ഉണ്ട് അത്രയല്ലേ. ഗൈസ്, ഹോച്ചിമിൻ സിറ്റിയിലെ ചാത്തൻ ഹോട്ടലിന് ശേഷം ഇവിടെ ഒരു നല്ല ഹോട്ടലിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷം. ഞാനിത് മലനിരകളൊക്കെ കണ്ട് കുളിക്കും ഇവിടുന്ന്. കണ്ട അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടെ വലിയ റൂമാണ്. യുനോ ഇവിടെ വി ഹാവ് ഒരു ബാംഗ്ലൂർ സെറ്റപ്പ്, അത്രയേ ഉള്ളൂ. എന്നാലും അവിടെയൊക്കെ എന്തൊക്കെയോ വെള്ളമൊക്കെ ഉണ്ട്. കണ്ട ഓ ഗൈസ്, ലുക്ക് അറ്റ് ദാറ്റ്. എന്താണ് ഈ സാധനമോ? ഇതെന്താണ്? ഓ ഇത് ലോബ്സ്റ്റർ ആണോ? അല്ല, ഇതെന്താണ് ഈ സാധനം? ലോബ്സ്റ്റർ അല്ല, ഇത് ഞണ്ട്. എന്നൊരു ടൈപ്പ് ഞണ്ടാ തോന്നുന്നു. ഓ മൈ ഗോഡ്, എന്ത് രസാ. ഇവരോട് പറഞ്ഞാൽ ചോദിച്ചാലൊന്നും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗൈസ്, അങ്ങനെ എയർപോർട്ടിൽ പോയി. വി ഗോട്ട് പുട്ടിഫൈഡ് ആൻഡ് ദെൻ വി ആർ ഗോയിങ് ടു ഈറ്റ്. ഓക്കെ, മിക്കവാറും ഇവിടുത്തെ ചൂടായതുകൊണ്ട് ഈ പുട്ടിയൊക്കെ ഇപ്പോൾ ഒലിച്ചു പോകുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഞാനൊഴികെ ബാക്കി എല്ലാവർക്കും ഒരു വിയറ്റ്നാമി അല്ല, പക്ഷെ ആ ഒരു വിയറ്റ്നാം വൈബ് ഉണ്ട്. ഞാൻ മാത്രം വളരെ എന്താ പറയുക മോഡേൺ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. എന്താ പറയില്ല, കുപ്പായം മാറ്റാനുള്ള മടി കാരണമാണ്. മനസ്സിലായോ? ഇവിടെ പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നല്ല മീൻകറീൻ്റെ ഒരു മണം അടിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിലെ മീൻകറീൻ്റെ. അപ്പം തൊട്ട് എനിക്ക് ചോറും മീൻകറിയൊക്കെ ഞാൻ തോന്നിക്കൊണ്ടിരിക്കുന്നത്. വിച്ച് ഐ വോണ്ട് ഗെറ്റ് ഹിയർ, ബട്ട് സ്റ്റിൽ എനിക്ക് ആ മീൻകറീൻ്റെ മണം വല്ലാണ്ട് അടിക്കുന്നു. ആ നാട്ടിലെ വീട്ടിലാക്കുന്ന മീൻകറി ഇല്ലേ, ആ മഞ്ഞ കളർ മീൻകറി, മഞ്ഞ കളർ മീൻകറീസ്. ഗൈസ്, റെസ്റ്റോറൻറ്റ് തൊട്ടപ്പുറം തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പെട്ടെന്ന് കടൽ കണ്ടപ്പോൾ ഒന്ന് കടൽ വന്ന് നോക്കാൻ വെച്ചു. നല്ല ഹെവി തിരയാണ്, ഹെവി തിര. അതായത് നമ്മൾ ഓസ്ട്രേലിയയിലെ ഇതിലൊന്നും വലിയ തിര ഉണ്ടാവാറില്ല. മനസ്സിലായി? നമ്മുടെ നാട്ടിലൊക്കെ നല്ല തിര ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു തിര ഇങ്ങനെ പെട്ടെന്ന് ഇപ്പം കാണുമ്പോൾ. ഇതിനേക്കാളൊക്കെ നല്ല വലിയ വലിയ തിരകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാൻ വരുന്നില്ല, എന്താണെന്നറിയില്ല. 2 ദിവസമായിട്ട് പോയിട്ട്
അയ്യടാ ശ്രുവയുടെ ഷ്രിമ്പിന്റെ കാലിന്റെ കളർ നോക്കൂ. ഈ ഷ്രിമ്പിന്റെ കാലിന്റെ കളർ കണ്ടോ? Of course, I am all in. എടുക്കാൻ വേണ്ടി മുറുക്കി പിടിച്ചിരിക്കുകയാണ്. വേഗം ഇത് നമ്മുടെ ക്രാബ് ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്യുന്നത് കേട്ടോ. അത് പിന്നെ രണ്ടും അവർ മാംഗോ മാർക്കറ്റാണ്. ആക്രമം വീഡിയോ എടുക്കാൻ മറന്നുപോയി. കുറച്ച് സ്നാക്കിൻ്റെ ഒരു കോമ്പോ ഉണ്ട്. അതുപോലെ തന്നെ ഓർഡർ ചെയ്ത ആക്ഷൻ കോമ്പോ ഉണ്ട് കേട്ടോ. ഈ കടയൊക്കെ കണ്ടോ? നമ്മളെ നാട്ടിലെ തനിനാടൻ സെറ്റപ്പ് ഒരു സ്ഥലം. പിന്നെ അവിടെ ഇങ്ങനെ കടേൻ്റെ ഒക്കെ ആൾക്കാരൊക്കെ ഇരുന്നിട്ട് ഇതാക്കിയിട്ടൊക്കെ. നമ്മളിപ്പം നാരിയൽക്ക പനി കുടിക്കാൻ പോവുകയാണ്. ഭയങ്കര ചൂടാണ്, രക്ഷയില്ല. സോ അമ്മമ്മ ഇസ് മേക്കിംഗ് നാരിയൽക്ക പനി. ഇത് വിയറ്റ്നാമീസുകാരുടെ നെയിൽസിൻ്റെ പവർ കണ്ട കണ്ട നെയിൽസ് കണ്ടോ? ഗോഡ്, അമ്മമ്മ കാണണ്ട. എന്താണ് ടൂറിസ്റ്റേഴ്സ് ഒക്കെ ഇരുന്ന് നാരിയൽക്ക പനി കുടിക്കുകയാണല്ലോ. बहुत अच्छा गाइस. ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അതെ, 2 മില്യൻ്റെ ഫുഡ് അടിച്ച് കയറ്റിയിട്ടാണ് ഈ കരിക്കും കൂടി കുത്തി കയറ്റുന്നത്. ആന്റിയോ? ഏതാന്റി? എന്തൊക്കെയാ തിന്നിച്ചേ? ഫുഡ് കാണുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നത്. റോഡ് സൈഡിലൊക്കെ എന്തൊക്കെയാ ഫുഡ് കാണുന്നുണ്ടാലും കാണുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നത്. നീ കുറച്ച് ബ്രേക്ക് എടുക്കാം. ആ സത്യം, മണടിക്കുമ്പോഴേ ഒരു എന്തൊക്കെയൊക്കെയോ ഒരു സാധനങ്ങളുണ്ട്. നോ, സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാൻ നമ്മൾ തുടങ്ങിയിട്ട് പോലും ഇല്ല. ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്തൊക്കെ. ബട്ട് ഈ ചില സ്ഥലത്തു നിന്നുള്ള മണം ഉണ്ടല്ലോ, നമ്മൾ അടിക്കുമ്പോൾ ഒരു സുഖം. ഈ മണം കടിക്കുമ്പോൾ ഒരുമാതിരി ആവുന്നില്ലേ? ഗൈസ്, നമ്മളിപ്പം എന്നത് ഗ്രാൻഡ് വേൾഡ് അല്ലടാ, അവിടെ എന്നായിരുന്നു സംഭവം? ആരവര്? അപ്പം അങ്ങനെ എന്തൊക്കെയൊക്കെ ഉള്ളൊരു സെറ്റപ്പിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ എത്തിയിട്ട് കാണാം. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഇവരെന്തോ പറഞ്ഞു, ഞാൻ കയറിയിരുന്നു. ഫുൾ സെറ്റപ്പ് ഉണ്ട്. വല്ല കൊച്ചിയിലോ അവിടെ എവിടെയെങ്കിലും പോയ പോലെ ഉണ്ട്. ആക്ച്വലി കുഞ്ഞു കുഞ്ഞു കടയും ഇതൊക്കെ. ഗൈസ്, നമ്മളിവിടെ ഗ്രാൻഡ് വേൾഡിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. പക്ഷേ പിന്നെ ഏതാ ഗ്രാൻഡ് വേൾഡ് എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. ഇതെല്ലാം കൂടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഇതുപോലെ ഒരു ബാംബൂ സ്റ്റിക്സ് കൊണ്ട് നിർമ്മിച്ച ഒരു എന്താ പറയുക, ഒരു 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 സ്ട്രക്ചർ ഉണ്ട് ഇവിടെ ആക്ച്വലി. ആൻഡ് ദെൻ നമ്മളതെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞിട്ട് സോറി, എൻ്റെ ആസനവും വേറൊരു പെണ്ണിൻ്റെ ആസനവും കൂടെ കൂട്ടിമുട്ടി. ഓക്കെ, എനിവേസ്, സോ ഇതാണ് ഗ്രാൻഡ് വേൾഡിൻ്റെ എൻട്രൻസ്. മനസ്സിലായി? നമ്മൾ ആക്ച്വലി അതിൻ്റെ ബാക്കിലാണ് വന്നിറങ്ങിയത്. അത് എവിടെയാണ് വന്നിറങ്ങിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് ചെന്നപ്പോഴാണ് ഈ ബാമ്പു കൊണ്ടുള്ള മാറടോ ഇതെന്താണ് ബാമ്പു കൊണ്ടുള്ള ഈ സ്ട്രക്ചർ കണ്ടത്. നൈസായിട്ടില്ലേ? ഒരു വലിയ ചൂരൽ കസേലേൻ്റെ ഇതുപോലെ തോന്നില്ലേ? ഇതുണ്ടാ? ഓ ഗാഡ്, സോ കോംപ്ലിക്കേറ്റഡ്. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട് ആക്ച്വലി. ഓക്കെ, ഫുക്കോക്ക് യുണൈറ്റഡ് സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാം ഗൈസ്. നമ്മൾ ബാംബൂയിൽ നിന്നും പോയി. സത്യം പറയട്ടെ, ഇവിടുത്തെ റോഡുകളിലൊന്നും വാഹനങ്ങളില്ല. സത്യമായിട്ട് ഒട്ടും വാഹനങ്ങളില്ല. ട്രാഫിക് പോലീസൊക്കെ പുഷ്പം പോലെ അവിടെ നടുറോട്ടുമ്പിൽ വെറുതെ നിന്നിട്ടുണ്ട്. ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. ഈ വഴിയൊക്കെ ഇരുന്നത് നമ്മൾ ഒന്നുമില്ല, കാലങ്ങ് എടുത്ത് പൊന്തിച്ച് വെച്ചോളൂ. ദാറ്റ്സ് ഇറ്റ്, യുനോ. വാക്കിംഗ് സ്ട്രീറ്റ്. ഇറ്റ്സ് ലൈക്ക് ബേസിക്കലി മറ്റേ ആ ഒരു ഇതിൽ പോയ പോലെ ഉണ്ട് നമ്മളെ. ഞാൻ ഈ തടാകത്തിലേക്കൂടെ നമ്മളൊരു യാത്ര പോകാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ പാവങ്ങളുടെ വെനീസ് എന്ന് പറയാൻ വേണമെങ്കിൽ ആ ഒരു സെയിം എഫക്റ്റാണ് ആക്ച്വലി. ബട്ട് യുനോ, ലുക്ക്
എന്താ കൈയൊക്കെ പിടിക്കണം നിർബന്ധമാണ്. താങ്ക് യു. ഞാൻ അവിടെ ഇരിക്കാം. ഞാൻ കേറിയപ്പോൾ വണ്ടി എടാ നല്ല ആംഗിൾ ആണ് കേട്ടോ, നല്ല ആംഗിൾ ആണ്. ഗൈസ് ലുക്ക് ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. മനസ്സിലായോ? കളർഫുൾ ബിൽഡിങ്സ്. വിയറ്റ്നാം എന്ന് നേരത്തെ പറയണ്ടായിരുന്നു, വല്ല യൂറോപ്യൻ കൺട്രി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, എന്നിട്ട് ഇവിടെ വന്നാൽ മതിയായിരുന്നു. മനസ്സിലായില്ലേ? എന്നത് പുറത്തെ രണ്ട് തൊണ്ടികളെ കാണിച്ചു തരാം. ഓ ഇടേ ബ്രിഡ്ജിന്റെ അടി വന്ന് തിരുത്താം. വെർട്ടിക്കൽ ആയതുകൊണ്ട് ഫുൾ കവർ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഹൊറിസോണ്ടലാക്കണോ? ഗൈസ് ഭയങ്കരമായിട്ട് ടയർഡായി പോയി കേട്ടോ. നമ്മളെന്നിട്ട് ഐസ്ക്രീമും സ്മൂത്തിയൊക്കെ വാങ്ങിച്ചു. ആക്ച്വലി സ്മൂത്തി, മാംഗോ സ്മൂത്തിയൊക്കെ വാങ്ങിച്ചു. കുറച്ച് പൈസ കുറച്ച് തരാം. ആസ്ലേക്ക് ഓക്കെ എടുത്തോളൂ. ഗൈസ് നമ്മളിങ്ങനെ കുറേ ഷോപ്പിങ്ങും ഇവിടെയൊക്കെ നടന്ന് എന്തൊക്കെയൊക്കെയോ, ഞാനധികം ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. ഇവരൊക്കെ എന്തൊക്കെയൊക്കെയോ വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ട്. എന്ത് രസമാണെന്ന് പറയാം. അത് നൈറ്റ് ആവും തോറും അതിന് സ്റ്റൈൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെരി ബ്യൂട്ടിഫുൾ. ഞാനതിനെ കുറച്ച് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ട് പൊളിക്കണം. മനസ്സിലായോ? അത് ഷോ ചെയ്യേ. നോക്കൂ ഗൈസ്, ലൈക്ക് ലിറ്ററലി ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ഇറ്റ്. യുനോ ഈ ഫുക്കോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീപ്പിൾ ഡു കം ടു വിയറ്റ്നാം ഓൾ ദ ടൈം. ബട്ട് യുനോ ഫുക്കോക്ക് അത്രയ്ക്ക് ഒരു അട്രാക്ഷൻ സോഫാർ കിട്ടാത്തൊരു ഐലൻഡാണ് ഫുക്കോക്ക്. മനസ്സിലായില്ലേ? I think more people should come here to appreciate this little island. അടിപൊളിയാണ്. People are also very nice actually. നല്ല വെരി ബ്യൂട്ടിഫുൾ. ലൈക്ക് ബേസിക്കലി ഇറ്റ്സ് ലൈക്ക് ജസ്റ്റ് ലൈക്ക് നമ്മുടെ നാട്. മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിലേക്ക് കൂടെ പോകുന്ന പോലെ തന്നെ ഉണ്ടാവും റോട്ടിലെ കൂടെ ഒക്കെ പോകുന്ന സമയത്ത്. ബട്ട് എന്നാലും ഇങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ അവിടെ ഭയങ്കര അട്രാക്റ്റിംഗ് ആയിട്ട് ഉണ്ട്. ഇവിടെ ആക്ച്വലി ആ വെള്ളം ഇങ്ങനെ നീണ്ടു പോകുന്ന തോറും ഓരോ സ്ഥലത്തും ഓരോരോ ബ്രിഡ്ജ് ഉണ്ട് ഗൈസ്. അതിൽ ഒരു കിസ് ഓഫ് ലവ് എന്ന് പറഞ്ഞ ബ്രിഡ്ജ് ഉണ്ട്. ഐ തിങ്ക് വിത്ത് ലോട്ട് ഓഫ് ലവ് ഹിയർ. ഐ തിങ്ക് ദാറ്റ് ഇസ് ദിസ് എന്ന്. ഗൈസ് ഇവിടെ നമ്മളെ കൂടെ ആക്ച്വലി ഒരു വിയറ്റ്നാമി ഫാമിലി ഇവിടെ ഉണ്ട്. അവർക്ക് നമ്മളെ ഭാഷ അറിയില്ല, നമുക്ക് അവരെ ഭാഷ അറിയില്ല, അവർക്ക് ഇംഗ്ലീഷും അറിയില്ല. മൂക്കുത്തി കുത്തായാല് കല്യാണം കഴിഞ്ഞവരാണ്. എന്നോട് ചോദിച്ചു കല്യാണം കഴിഞ്ഞു. ഞാൻ അപ്പോൾ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഞാൻ അപ്പോഴും പറഞ്ഞു എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, കാരണം മൂക്കുത്തിയില്ല എന്ന്. അപ്പോൾ ഈ ടെൻറ്റ് വഴി തിരുത്തി കൊടുക്കും. അതാ സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മളെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. യുനോ ദേ ബിക്കേം സെലിബ്രിറ്റീസ് ഹിയർ ആക്ച്വലി. അവരെ കാണിച്ചു കൊടുക്കാം. അവരവിടെ ഫേമസ് യൂട്യൂബർ പോലും. ഹായ്, വാട്ട്സ് യുവർ നെയിം? My name is Sin. Oh, birthday? My name Min. Sin. My name? Her name? നല്ല അടിപൊളി പേര് പറ. Her name? Sheila. Sheila. നിനക്ക് വേറെ പേരൊന്നും കിട്ടിയില്ല. പ്രേം നസീർ. പ്രേംനസീറിന്റെ വാച്ച്. My name Jay Bharati. പെരും മഴ എന്ന് പറഞ്ഞാൽ പെരും മഴയാണ്. നമ്മൾ എന്നിട്ട് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി തൽക്കാലം വിശക്കുന്നൊന്നുമില്ല, പക്ഷേ പുറത്ത് നിൽക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ കയറി ഇവിടെ വന്നിരുന്നു. ആൻഡ് ഇത് ഇവിടുത്തെ അത് നേരത്തെ റോഷ്ന ഗൈസ്, ഇതാണ് ഇവിടുത്തെ ലോക്കൽ ബിയറാണ് കേട്ടോ. ബിവിന. പേരിനൊരു ലുക്കില്ലാണ്ടായിപ്പോയി ആക്ച്വലി. ബിവിന എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അത് രണ്ടെണ്ണം ഓർഡർ ചെയ്തു ഗൈസ്.
നമ്മൾ എന്ത് ബീഫ് ഫ്രൈഡ് റൈസ് അല്ലേ, ബീഫ് ഫ്രൈഡ് റൈസ്. പക്ഷെ കണ്ട ഒരു ബിരിയാണി ലുക്ക് ഉണ്ട് ആക്ച്വലി. പിന്നെ ഇതെന്താണെന്നറിയോ, ദിസ് ഇസ് ഫ്രോഗ്, സ്റ്റർ ഫ്രൈഡ് ഫ്രോഗ് ആണ് ആക്ച്വലി. സ്റ്റർ ഫ്രൈഡ് ഫ്രോഗ് വിത്ത് ലെമൺ ആൻഡ് എന്തോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് തവളയെ തിന്നാൻ പോവാണ്. നിങ്ങളെല്ലാവരും ആദ്യമായിട്ട് തവളയെ തിന്നാൻ പോകുന്നത് അല്ലേ? ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ആണോ? കൊള്ളാം, നൈസല്ലേ? ജസ്റ്റ് ലൈക്ക് ചിക്കൻ അല്ലേ, ഒരു വ്യത്യാസമില്ല. അവരവിടുന്ന് ഫുഡിന് പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെ നോക്കാം. എൻ്റെ അമ്മ, ലുക്ക് അറ്റ് ദാറ്റ്, വാട്ട് ഈസ് ദിസ്? ഇതിന് തൊടാൻ പറ്റുമല്ലോ എനിക്ക്. അതുപോലെ ഇവിടെ കുറച്ച് ഞണ്ടുണ്ട്, ഞണ്ട്. നമ്മൾ ഈ മീനിനെയൊക്കെ ഒന്നും വാങ്ങിക്കുന്നതല്ലാണ്ട് ഈ മീനിങ്ങനെ നീന്തി തുടിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഈ മീനൊക്കെ ഒന്ന് വാങ്ങിച്ച് തിന്നുന്നതല്ലാണ്ട് നീന്തി തുടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ പോംഫ്രട്ട്, നല്ല ടേസ്റ്റ് ആക്ച്വലി. ഗൈസ്, രാത്രിയാകുമ്പോഴത്തേക്കെല്ലാം കത്തി ജ്വലിക്കുന്നതുണ്ടോ ഇവിടെ ഒക്കെ. ഈ കാണുന്ന സംഭവമാണ് നൈറ്റ് മാർക്കറ്റ്. നമ്മൾ നൈറ്റ് മാർക്കറ്റിൻ്റെ അവിടെ എവിടെയോ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ അത് നൈറ്റ് മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ദ എംപയർ ഹോട്ടലാണ് നമ്മുടെ ഹോട്ടൽ. എനിവേസ്, എൻ്റെ പൊന്നെ, എന്തോ നടയത് ഇവർ ഒച്ചപ്പാടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓ ഗോഡ്, ഓ വാവ്. ഗൈസ്, അവരവിടെ നിന്ന് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതായത് ലൈക്ക് ലിറ്ററലി അവിടെയാണ് എന്താ പറയുക, നൈറ്റ് മാർക്കറ്റ്. നമ്മൾ നൈറ്റ് മാർക്കറ്റിൻ്റെ ഉള്ളിലത്തെ ഹോട്ടലിലാണ് നമ്മൾ നിൽക്കുന്നത്. വി ഡിഡ്ന്റ് നോ ദാറ്റ്, യു നോ. ഹലോ ഗൈസ്, ഞാൻ ആക്ച്വലി ഇവിടെ വന്നിട്ട് പെട്ടെന്ന് അങ്ങനെ കുളിക്കാൻ തോന്നി. സോ ഞാൻ പെട്ടെന്ന് അങ്ങ് കുളിച്ചു. കാരണം ഇവർ ഷോപ്പിങ്ങിന് പോയ കുറച്ച് സമയം എടുക്കുമ്പോൾ എനിക്കറിയാം. സോ ഞാൻ പോയി കുളിച്ച് കഴിഞ്ഞ് ഞാൻ അവരെ വിളിച്ചു. അപ്പോഴത്തേക്കും പറഞ്ഞു ഞങ്ങൾ മേലോട്ടേക്ക് വരികയാണ് എന്ന്. ഓക്കെ, അങ്ങനെ ഇവർ വന്നിട്ട് നമ്മളിനിയിപ്പം ഒരു മസാജിന് പോകാൻ വെച്ചു. മസാജിന് നല്ലൊരു ഫുഡ് മസാജൊക്കെ കിട്ടി പൊളിക്കും. എൻ്റെ പൊന്നെ, ഇതിന് നോക്കിയേ, ഇത് ചെവി എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? കളർ ചെയ്ത് കൊടുത്തതാണോ? അത് കളർ ചെയ്ത് കൊടുത്തതെന്ന് തോന്നുന്നു. ഓ അമ്മായി, അപ്പുറത്തെ അഡ്വൈസ് അമ്മായിനൊക്കെ ഉണ്ടോ? നമ്മളിത് ഇവിടെ വന്നിട്ട് ആക്ച്വലി എന്താ പറയാ, ഒരു ഫുൾ ബോഡി മസാജിന് വേണ്ടി ഇരുന്നേക്ക് വന്നിട്ടാ. ഈ ഫുൾ ബോഡിയിൽ നമ്മൾ ഇരുന്ന ഈ സ്ഥലമൊക്കെ എങ്ങനെയാണ് മസാജ് ചെയ്യും? നമ്മൾ മെത്തോട്ടെ ചെയ്യാം. ഫുൾ ബോഡി മസാജ് കുറച്ച് തൊട്ടിയിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് പോയായിരുന്നു ഇവിടെ. കണ്ട റോഷ്നമോളും ഉണ്ട്. റോഷ്നമോൾ മറ്റേ മോൾ അവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ പൊന്നെ, ഇപ്പം അവിടെ ഇരുന്ന് ഞാൻ പറപ്പുച്ചിച്ചല്ലേ ഉള്ളൂ. ലൈക്ക് എന്തിട്ടാണ് നമ്മൾ ഇവിടെ ഇരുത്തുന്നത്? ആ റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി എടുത്തിട്ട് പെരുമാറി. ആക്ച്വലി അവർ നല്ല താടി മണ്ണുള്ള രണ്ട് പെമ്പിളർ നമ്മളെ മേത്ത് അങ്ങ് കയറി ഇരുന്നിട്ട് നല്ല അങ്ങ് പേരട്ടി മസാജാണ്. പക്ഷെ നല്ല സുഖം ഉണ്ടായിരുന്നു. വെരി ഗുഡ്. എനിക്ക് നല്ല ഉറക്കറങ്ങണമായിരുന്നു. 12 മണിക്ക് പച്ചമാങ്ങ തിന്നുന്ന നമ്മൾ. ഇതൊക്കെ അത് പുറത്തല്ലേ? ദാറ്റ്സ് ഫൈൻ. കരയല്ലേ റോഷ്ന? എന്താവും അവൻ്റെ കൂടെ ആക്ച്വലി ഒരു മുളക് പൊടി പോലത്തെ ഒരു സാധനം തന്നിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ, കാണിച്ചാൽ എന്താന്ന്. ഉണക്കപ്പിൻ്റെ ടേസ്റ്റ്. നോക്കട്ടെ, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് ശരിയാ, അതാ ഒരു സോസാണ്. ഇവരുടെ ഒരു ഏതോ ഒരു എണ്ണയാണത്. എനിക്ക് മാങ്ങേൻ്റെ കൂടെ ഇങ്ങനെ ഒന്നും തിന്നുന്ന ഇഷ്ടമല്ല. എനിക്ക് ഉപ്പും മുളകൊന്നും ഇഷ്ടമല്ല. ഞാൻ മാങ്ങ എടുത്ത് തിന്നിട്ട്, പക്ഷെ പച്ച മാങ്ങ ഞാൻ തിന്നാറില്ല. ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം.